എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ അതും സംഭവിച്ചു സുഹൃത്തുക്കളെ. ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴേക്കിനേ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് വിശ്വസിക്കാൻ പറ്റണില്ല. പ്രത്യേകിച്ച് ബനായും കൊണ്ടേ നമ്മുടെ കാക്കല്ലേ, കുറ്റിപ്പുറം കാക്ക പൂ പറിക്കണ ലാഘവത്തോടെയല്ലേ സാമാനം എടുത്ത് കളഞ്ഞു എന്ന് പറയണേ. അതെ, അത് സംഭവിച്ചു. ജാസിയുടെ ഡൗൺ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞ് വന്നിക്കണു. സത്യം പറഞ്ഞാലേ വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവൻ തൊള്ള പൊളിച്ചു കഴിഞ്ഞാൽ നുണ മാത്രം പറയുന്ന ഒരാളായതുകൊണ്ട്. അതിപ്പോൾ കേരള ജനതക്ക് മനസ്സിലായ ഒരു കാര്യം കൂടിയാണ്. മറ്റേ ഗർഭല്ലേ അത്. എന്തായാലും കാട്ടിക്കൂട്ടിയതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് എന്തായാലും ഇപ്പം ഇതൊന്ന് കാണാം. ഇതൊന്ന് കണ്ടോക്കി. ചെയ്യുന്നത് എൻ്റെ സർജറി കഴിഞ്ഞു, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പരിഹസിച്ചിട്ടുണ്ടായിരുന്നു, കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല, ജാസി സ്ത്രീവേഷം കെട്ടി നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ. ഇതിനും വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല. ഞാൻ ഒരു സ്ത്രീ ആയി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനും വലിയൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനില്ല. ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പോവാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല. കാരണം ഞാനൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു. എന്നെ കുറ്റപ്പെടുത്തിയവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളായിരുന്നു എൻ്റെ ഊർജം. എനിക്ക് എൻ്റെ സ്വന്തം തിരിച്ചറിഞ്ഞ് അതിലേക്ക് മടങ്ങാനുള്ള ഒരു ഊർജം നിങ്ങളായിരുന്നു. എന്തായാലും സർജറി കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആഫ്റ്റർ എൻ്റെ സർജറിയുടെ മുറിവുകളെല്ലാം മാറി ഞാൻ പൂർവാധികം നല്ല രീതിയിൽ വരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. അതാണിപ്പോൾ അവസ്ഥ. ഇങ്ങനെ ബെഡിലൊക്കെ കിടക്കണ കാണുമ്പോഴേ സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പം കാണിച്ചു കൂട്ടിയ ഓരോ കോപ്രായങ്ങളില്ലേ, ഇതേപോലെ പള്ളമ്മ കൈവച്ചിട്ടാണ് അവന് കുറച്ച് ദിവസങ്ങളായിട്ട് ജനങ്ങളെ പറ്റിച്ചതും സ്ത്രീകളെ അവഹേളിച്ചതും. ആ ഒരു പ്രവൃത്തി കൊണ്ടില്ലേ ഒരുപാട് ആൾക്കാർ എൻ്റെ നേരക്ക് രംഗത്ത് വന്നിരുന്നു. ആ ഒരു നെഗറ്റീവ് മാറ്റമുള്ള പുതിയ നാടകമാണെന്നുണ്ടെങ്കിലേ പൊന്നു മോനെ, ഇജ്ജ് ഇതിൻ്റെ മുന്നേ ആകാശത്തായിരുന്നു. ഇതും നാടകമാണെന്നുണ്ടെങ്കിലേ ഇജ്ജ് ബഹിരാകാശത്തേക്ക് പോകും. ഈ ഒരു ചെങ്ങായി ആയിക്കൊണ്ടേ ഇതാണ്ട് വിശ്വസിക്കാനും പറ്റണില്ല. ഇന്നലെ വരെ റാമ്പ് വാക്കൊക്കെ ചെയ്തിരുന്ന ആളാ ഒരു സുപ്രഭാതത്തിൽ ഇതാ സാമാനം മുറിച്ചു എന്നൊക്കെ പറയുന്നു. വല്ല പറങ്കി മാങ്ങൻ്റെ അണ്ടി വീഴ്തെറിയണ മാതിരി. ഇതിന് നേരം കാലം സമയമൊന്നും വേണ്ടേ. കാലം പോയ പോക്കേ ടെക്നോളജി. ഞാനതല്ല ആലോചിക്കണേ. ഇവനാണെങ്കിൽ തുമ്മീനും തൂറീനൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ ഈ തുടക്കം മുതൽ ഈ കടക്കണ വരെ ഒരു പരമ്പരയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം എനിക്ക് പറയാനുള്ളത് ഈ അണ്ടിക്കഥ തന്നെയാ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഗർഭം കലങ്ങിപ്പോയല്ലോ, അല്ല ജനങ്ങളത് കലക്കി വിട്ടല്ലോ. ഇതെന്തായാലും ഓൻ ചെയ്തിട്ടാണെങ്കിൽ അവനെ സമ്മതിക്കണം. അവനൻ്റെ സാമാനൊക്കെ മുറിച്ചുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമാണ്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോസുകളൊക്കെ ഇറങ്ങും, കുറച്ച് BGM ഒക്കെ ഇട്ടിട്ട് മറ്റേ സെന്റിമെന്റൽ പാട്ടൊക്കെ കുത്തി കയറ്റിയിട്ട് ഒരു അലാക്കിൻ്റെ പരമ്പര തന്നെ ഉണ്ടാവും. അതൊക്കെ കാണാൻ കാത്തിരുന്നോളി. പിന്നെ ഇവൻ എന്തിനാ ഈ ദുആയൊക്കെ ചെയ്യാൻ പറയണേ? ഇതൊക്കെ ഏത് ദുആയിലാണ് ചേർക്കുക? ദുആയിൽ ചേർക്കാൻ പറ്റിയ കാര്യമാണിത്. ജാസിൻ്റെ സാമാനം മുറിച്ചിക്കണു, അതിന് ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കണേന്നോ? അത് മുറിച്ചപ്പോൾ തന്നെ അതിൻ്റെ ആയുസ്സും ആരോഗ്യമൊക്കെ പൊയ്ക്കണു. പടച്ചോന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ചെയ്തിക്കണത്. എന്നിട്ട് പടച്ചോൻ്റെ തന്നെ ദുആ ചെയ്യേ. അടിപൊളി, നന്നായി. പടപ്പുകൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോഴേ വെക്കാനും ഊരി വെക്കാനും പറ്റിയ സാധനമല്ല അത്. പോയ തന്നെ ഞാൻ അണ്ടില്ലാത്ത അണ്ണാനായിട്ട് നടക്കാം. എന്നാലും എനിക്കതല്ല. ഇന്നലെ വരെ പയറ് പോലെ ആടിക്കളിച്ചിരുന്ന, അല്ല പയറ് പോലെ നടന്നിരുന്ന ആളാ. ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ടില്ലേ, പെറ്റ തള്ള സഹിച്ചത്. പിന്നെ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത വേറെ ഒന്നും കൊണ്ടല്ല. തൊള്ള പൊളിച്ചു കഴിഞ്ഞാൽ നുണ മാത്രമേ പറയുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഏകദേശം ഒരാഴ്ച മുന്നേ 150 ഗ്രാം ആണുങ്ങളുടെ സാമാനത്തിനെ കുറിച്ചിട്ട് ഒരാൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ അടിയിൽ ജാസിയുടെ കമൻ്റാണിത്. ഇപ്പോൾ അതും ഇല്ലടാ, ഞാൻ സർജറി കഴിഞ്ഞത് നീ അറിഞ്ഞില്ലേ? 150 ഗ്രാം ഇപ്പോൾ ഇല്ല, പകരം 800 ഗ്രാം സിലിക്കോൺ ബ്രീസ്റ്റ് വെച്ചു. അതാണ് അവസ്ഥ. ഒരാഴ്ച മുന്നേ തന്നെ ഓൻ്റെ സർജറികളൊക്കെ കഴിഞ്ഞു എന്നാ ഓൻ പറയണേ. എന്നിട്ട് അവിടെ സിലിക്കോണൊക്കെ ഒട്ടിച്ച് കതറി. ഇങ്ങനെ എല്ലായിടത്തും തൊള്ള പൊളിച്ചാൽ നുണ മാത്രമേ പറയുള്ളൂ. ഇതിപ്പോൾ എന്താ അവസ്ഥ എന്നറിയോ? പുലി വരുന്നേന്ന് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചിരുന്ന ആള് ഇപ്പൊ പുലി വന്ന് സാമാനം കടിച്ചുകൊണ്ടുപോയപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം വരുമോ? ഇതാണിപ്പോൾ അവസ്ഥ. അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ വിശ്വസിക്കൂല. അത്രക്ക് കള്ളത്തരങ്ങൾ കാട്ടിയിട്ടാണ് ഈ നിലക്കെത്തിക്കണത്. ഇതിപ്പോൾ ചെയ്തിക്കണമെന്നുണ്ടെങ്കിലേ വരും ദിവസങ്ങളിൽ എന്തായാലും അവൻ ഈ അണ്ടിക്കഥകളായിട്ട് വരും. അത് ജാസിയാണ്, എന്താ കരുതിയേ? പഠിച്ച കള്ളനാണ്. ആയിരങ്ങൾ ചിലവാക്കിക്കണമെങ്കിലേ ലക്ഷങ്ങളായിട്ട് അത് തിരിച്ചെടുക്കാനും ജാസിക്കറിയാം. ഓനക്ക് നല്ലോണം അറിയാം ഒരാളുടെ കണ്ണ് കലങ്ങി കഴിഞ്ഞാലേ കേരളത്തിലെ ജനങ്ങൾക്ക് നെഞ്ചു കിടക്കുന്നു. അപ്പം ഇനി ഒരുപാട് സെന്റിമെന്റൽ കഥകളായിട്ടേ ജാസി വരും ഓൻ്റെ കലങ്ങിയ ഗർഭം വെളുപ്പിക്കാനേ. അപ്പം എല്ലാവരും കാണണം. നമുക്ക് ആരായാലും കോപ്രായം കാട്ടിക്കഴിഞ്ഞാൽ പ്രതികരിക്കും. ഇമാതിരി കോപ്രായങ്ങൾ ഓന് ഇനിയും കാട്ടും. അത് ജാസിയാണ്. അപ്പം നമ്മക്കും പ്രതികരിക്കേണ്ടി വരും. എന്തായാലും ഇതെങ്കിലും സത്യമായിരിക്കട്ടെ. അല്ലെങ്കിൽ അറിയാലോ ജാസിയെ, ഇതുവരെ കളിച്ച കളിയൊന്നും അല്ല കാരം. ജനങ്ങളെല്ലാവരും കൂടിയിട്ടേ എന്നെ എടുത്തിട്ട് അലക്കും. അപ്പം എന്തായാലും ഇനിയെങ്കിലും നേരത്തിൽ നടന്നു കഴിഞ്ഞാലേ ഓനക്ക് നന്നു. എന്നാൽ പിന്നെ ഈ കുണ്ടനായ്ക്കളെ വീഡിയോ അല്ലാതെ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.